ദൃശ്യ, ഒരു കാര്യം പറയാനുണ്ട്. നന്ദുവിൻ്റെ കാര്യം ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് പറ. അഞ്ജുവിന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അഞ്ജുനോട് പറയോ നന്ദുവിൻ്റെ കാര്യം? നേരിട്ട് പറഞ്ഞോ? ആണോ? അല്ലേ അഞ്ജു, നന്ദുവിന് നിന്നോട് എന്തോ പറയാനുണ്ട്. പ്ലീസ്. എന്താ നന്ദു? അമ്പലക്കര ഉത്സവത്തിന് ദേവി ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്നത് കണ്ടിട്ടുണ്ടോ? ദേവിയുടെ നെറ്റിയില് ഇതുപോലൊരു ചന്ദനക്കുറി ചാർത്തും. അങ്ങനെ ദേവി വരുന്നത് ഞങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലേ? അതാ എനിക്കിപ്പോ ഫീൽ ചെയ്യണ. ദൃശ്യ, വാ പോവാം. ഒന്ന് മാറിത്തരും. എന്തായി? ആ, അവള് ചിരിച്ചടാ. അത് മതി. എന്താ ചോറിനൊന്നും വേണ്ടേ? നന്ദു, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വാ. പൂവാണ് അമ്മ. ഹലോ. ആ മനു, നീ എവിടെ? ഞാൻ വീട്ടിലുണ്ട്. എടാ, മൊബൈലിന്റെ എവിന് ഡിസ്പ്ലേ പൊട്ടിയിട്ട് ഇതൊന്ന് ശരിയാക്കണം. അപ്പൊ എവിടുന്ന് ശരിയാക്കാൻ പറ്റുക? നമുക്ക് ടൗണിൽ പോവാം. ഞാനിപ്പോ വരാം. ആ ഓക്കേടാ. ശരി എന്നാ. ഓക്കെ. ഞാൻ 4 റോട്ടിക്ക് കേട്ടോ. ഈ ബൈക്ക് എടുത്തിട്ട് വായോ. എടാ, അഞ്ജുനെ കാണാൻ തോന്നുകടാ. എനിക്ക് തോന്നി. അതന്നെയാന്ന്. നമുക്കൊന്ന് പോയി നോക്കിയാലോ അവളെ വീടിന്റെ അടുത്തേക്ക്. എന്നാ പോവാ. അൻവറിനെ വിളിക്കും. ഡ്രസ് മാറ്റിയിട്ട് നമുക്ക് പോവാം. ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ആ പന്നിയുടെ മക്കള് കുറെ നാളായി അഞ്ജുവിന്റെ പിന്നാലെ തന്നെയാ. എടാ, നീ നോക്ക്, അവൾ നിന്റെയും ഫാമിലി അല്ലേ. നീ അഞ്ജുനെ ധൈര്യമായി നോക്കടാ. അവളെ തന്റെ കയ്യിൽ പൂത്ത ക്യാഷില് അവളെ കെട്ടിക്കഴിഞ്ഞാ നീ കോടീശ്വരനല്ലേ. അവറ്റങ്ങളെ കൈ കിട്ടിയ വിടരുത്. അവരെ ആ ഇടവയിൽ വെച്ച് പിടിക്കാം. അവര് പോകുന്നത് ഇതുവഴിയാ. പിന്നെ മനു, അവനൊരു ഹറാം പറപ്പ. അവന് ശരിക്കറിയാഞ്ഞിട്ടാ അവനില്ലാത്ത കമ്പനീസ് ചുരുക. ആരെങ്കിലും ചോദിച്ചാ എൻ്റെ കസിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിട്ടാന്ന് പറഞ്ഞാൽ പോരെ. പെണ്ണ് കേസാ മോനെ, ആരും ഇടപെടില്ല. മര്യാദക്ക് സംസാരിച്ചോളൂ. പന്നി, കുറെ നാളായി നീ അഞ്ജുവിന്റെ പിന്നാലെ. കണ്ണ അടിച്ചു.
എന്താ അവിടെ മര്യാദക്കൊന്നും നീ എന്തിനാടാ പേടിക്കണേ? പോയി പണി നോക്കാൻ പറ. ആലോചിച്ചിട്ട് ആകെ ഒരു ദടാ. ആരെന്നെ വന്നാലും നീ ഒരു പേടിയും പേടിക്കട്ടാ, വിട്ടുകൊടുക്കരുത്. അവരിപ്പോ നാട്ടിലറിച്ചിട്ട് ആകെ പ്രശ്നം നോക്കടാ. നീ ധൈര്യമായിട്ട് നിൽക്ക്. നീ ധൈര്യമായിട്ട് നോക്കടാ. ആര് വന്നാലും നമ്മക്ക് എന്താടാ, ഒരു കുഴപ്പമില്ല. പോയി പണി നോക്കാൻ പറയും. ഇനി വേരിനോടത്ത് വെച്ച് കാണാം. അതന്നെ അത്രേ ഉള്ളൂ. എന്നാ ഇന്ന് കാണല്ലോ ഒന്ന്. പിന്നെന്താ, പോവാ. ആ ഇത്ര സഹിച്ചില്ലേ, അവരോട് പോയി പണി നോക്കാൻ പറ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആ മനു, നന്ദു, നാളെ രാവിലെ 5 കൃഷ്ണന്റെ അമ്പലത്തേക്ക് പോകുന്നുണ്ടത്രേ. ഋഷി പറഞ്ഞതാണ്. ഇനി ഇത് മിസ്സാക്കണ്ട. നല്ലൊരു ചാൻസ് കിട്ടിയതാണ്. ഡാ നീയും കൂടെ വാടാ, എന്തായാലും അവളൊന്ന് കാണാലോ. ആ, എന്നാ ഞാനും വരാം. ശരിയാടാ. എൻ്റെ ഹൃദയം കുറിച്ച അക്ഷരങ്ങൾ പവിത്രമായിരുന്നു. അതിൻ്റെ നിറം പ്രണയത്തിൻ്റെതായിരുന്നു. നേരം വെളുക്കുവാൻ മോഹിച്ച് ഉറങ്ങാതെ കാത്തിരുന്ന രാത്രിയിൽ പെയ്തൊഴിയാത്ത മഴയുടെ കുളിരിലും കണ്ണുകൾ ജനൽപ്പാളികൾ തുറന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. നാളെ കണ്ടുണരാൻ ഒരുങ്ങി നിൽക്കുന്ന ചെമ്പരത്തികൾ മഴവെള്ളത്തിൻ്റെ സ്പർശനത്താൽ ആടി ഉലയുകയാണ്. ഓടിലൂടെ ഊർന്നിറങ്ങുന്ന മഴവെള്ളത്തിന് എന്തൊരു താളബോധമാണ്. കിണറ്റിൽ നിന്നും ഒരു തൊട്ടി വെള്ളം തലവഴി കോരിയൊഴിച്ച് അകത്തേക്ക് ഓടിക്കയറുമ്പോഴും ശൈത്യത്തിൻ്റെ കുളിരിനും ആവേശത്തിൻ്റെ ചൂടായിരുന്നു. ഒറ്റ ചങ്ങാതിയെ സൈക്കിളിൽ കയറ്റി ഓരോ ചുവട് മുന്നോട്ട് നീങ്ങുമ്പോഴും സൈക്കിളിൽ ആരോ പുറകോട്ട് വലിക്കുന്ന പോലെ എനിക്ക് തോന്നി.
ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ച് കണ്ണടച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോഴും മനസ്സ് മുഴുവൻ ഭഗവാന്റെ രൂപമായിരുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി പല ഇടവഴികളിലും ക്ലാസ് മുറികളിലും ഏറെ മോഹിപ്പിച്ച ആ മനോഹര ഗന്ധം നാസാരന്ധങ്ങളിലേക്ക് നിറഞ്ഞു കവിഞ്ഞെത്തുമ്പോൾ ഇരു കണ്ണും തുറന്ന് ഞാൻ അരികിലേക്ക് നോക്കി. തങ്കക്കമ്മലിട്ട് വെള്ളപ്പട്ടുടുത്ത് നീണ്ട മുടിയിടയിൽ പൂവും ചൂടി അവൾ പതിവിലും സുന്ദരിയായി എൻ്റെ അരികിൽ തന്നെ. പതിയെ പിന്നോട്ട് വെച്ച കാലുകൾ വിറയൽ മാറാതെ അടക്കി നിർത്തുമ്പോൾ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് പറയേ. പ്രസാദവുമായി തിരിഞ്ഞു നിൽക്കുന്ന അവളെ നോക്കി ഹൃദയത്തിൻ്റെ ഏതോ മൂലയിൽ അണയാതെ കൂട്ടിവെച്ച അല്പം ധൈര്യം സംഭരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ വിളിച്ചു. അഞ്ജു. അവളുടെ കണ്ണുകളിൽ ജ്വലിച്ചുയർന്ന കോപത്തിന്റെ അഗ്നിയിൽ എൻ്റെ കൈകളിൽ നിന്നും വിയർപ്പിനാൽ നനഞ്ഞ പ്രണയലേഖനം താഴെ വീണു. ഒരു കൈയിൽ പ്രസാദം പിടിച്ച് അവൾ അതെടുത്ത് തുറന്നു നോക്കി വായിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തണുത്തുറഞ്ഞതായിരുന്നു. വരുന്നതെന്തും സംഭവിക്കട്ടെ എന്ന് കരുതി കണ്ണടച്ചു നിന്ന എൻ്റെ നെറ്റിത്തടങ്ങളിൽ ഒരു കുളിർ സ്പർശം തലോടുന്ന പോലെ എനിക്ക് തോന്നി. നെറ്റിയിൽ കുരുതേച്ച് പിറകിലേക്ക് വലിച്ച കൈവിരൽ എന്നിൽ നിന്നും പകരുമ്പോൾ അവളുടെ മുഖത്ത് മുഴുവൻ സ്നേഹത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. നാണത്തോടു കൂടിയ അവളുടെ കാർക്കുന്തലിൽ നിന്നും അടർന്നു വീണ പൂ കൊതിയോടെ ഞാൻ നുള്ളിയെടുത്തു. ആ നിമിഷം എൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാന്റെ മുഖമായിരുന്നു.